നാട്ടിൽ നിന്നും യു എയിലോട്ട് വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് ജോബ് നോക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും, സ്കിപ്പ് ചെയ്യേണ്ട. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ളൊരു ടോപ്പിക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും യു എയിലോട്ട് വിസിറ്റിംഗ് വിസ എടുത്ത് വരുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് നല്ല യൂസ്ഫുൾ ആവുന്നതാണ്. മെയിനായിട്ട് നമ്മളൊരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞവരാണെങ്കിലും അല്ലാത്തവരൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ ജോബ് നോക്കാൻ വേണ്ടി മെയിനായിട്ട് വിസിറ്റിംഗ് വിസയൊക്കെ എടുത്തിട്ടായിരിക്കും യു എയിലോട്ടോ അല്ലെങ്കിൽ അതർ കൺട്രിയിലോട്ടൊക്കെ പോകുന്നത്. യു എയിലോട്ടൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് ഒരു 2 മാസത്തെ വിസിറ്റിംഗ് ഒക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ എത്തിയിട്ടായിരിക്കും ജോബ് നോക്കുന്നുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എത്തി ഒന്ന് സെറ്റായി ജോബ് നോക്കുമ്പോൾ തന്നെ പെട്ടെന്നായിരിക്കും ഒരു 2 മാസം കഴിഞ്ഞ് പോവുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ളൊരു ടെൻഷനുള്ളൊരു കാര്യമാണ്, ജോബ് കിട്ടുന്നുമില്ല, വിസിറ്റിങ്ങിൻ്റെ ഒരു ടൈം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഒരു ജോബൊക്കെ ഇവിടെ തന്നെ വേണമെന്നൊക്കെ ഉള്ളവർ സെറ്റ് ചെയ്ത് വരുന്നവരാണെങ്കിൽ നമ്മൾ പിന്നെയും വിസ റിന്യൂ ചെയ്യും, പിന്നെ എക്സിറ്റ് അടിച്ചിട്ട് റിട്ടേൺ വരും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതിന് കൂടുതൽ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് അതിനനുസരിച്ചിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളതിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഓൾറെഡി നിങ്ങളടുത്ത് പാസ്പോർട്ടും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ജോബ് സീക്കർ വിസയിൽ നിന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 4 months ആണ്. 120 ദിവസം നിങ്ങൾക്ക് ഇവിടെ ജോബ് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ടൈം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. കാരണം നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് യു എയിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു ജോബൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈമിൻ്റെ കൂടെ പെട്ടെന്നായിരിക്കും ഈ 2 മാസത്തെ വിസയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ഓരോ ഡേയ്സും കഴിയുന്നത്. നിങ്ങൾ മെയിനായിട്ട് ജോബൊക്കെ നോക്കാൻ വേണ്ടി വരുന്നതാണെങ്കിൽ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഈ ഒരു ഓപ്ഷൻസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. ഇതറിയാത്തവർ ഒത്തിരി പേരുണ്ടാവട്ടെ. അധികം പേരും ഈ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ പോലുമൊക്കെ ജോബിൻ്റെ കാര്യം, എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ വിസ എടുത്തിട്ട് വരിക എന്നൊക്കെയാണ് കുറേ പേര് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് ഞാൻ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ മെയിനായിട്ട് ഈ 2 മാസത്തെ ഈ വിസ എടുത്ത് വരുന്നതിനേക്കാൾ നല്ലത് ഒരു 4 months ഒക്കെ വിസ അലൗഡ് ആണെങ്കിൽ അതിൽ കുറച്ചും കൂടെ ബെറ്റർ. ആദ്യമൊക്കെ ആണെങ്കിലാണ് എങ്ങനെയെങ്കിലും ഒരു 2 മാസമൊക്കെ വിസിറ്റിംഗ് ഒക്കെ എടുത്ത് യു എയിലോട്ട് വന്ന് ജോബ് സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ജോബ് ഓപ്പണിംഗ് ഒക്കെ കുറവാണ്. എന്നാൽ പോലും എല്ലാവർക്കും ജോബ് ഓപ്പണിംഗ് ഒക്കെ ഓരോ കമ്പനീസ് ഇടുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലോടൊന്ന് എത്തിപ്പെടാനും തന്നെ നമുക്ക് കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്. ജോബ് കിട്ടാനും ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഞാൻ പാസ് ചെയ്യുന്നത്. പിന്നെ നല്ലൊരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു ടൈം എടുത്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബ് സീക്കർ വിസ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുള്ളാണ്. യു എയിലോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒത്തിരി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം അത്രയും ടൈമാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ട് എക്സിറ്റ് ഒക്കെ അടിച്ച് വന്ന് അതിന് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ എക്സ്ട്രാ ക്യാഷ് പോകുന്നതാണ്. ഇപ്പോൾ നല്ലത് ഈ ഒരു ജോബ് സീക്കർ വിസ എടുത്തിട്ട് വരുന്നതാണ് ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.